രജിഷ വിജയൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം തരംഗമായി മാറുകയാണ്. കാരണം എന്താണ്? രജിഷ വിജയൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു നിലപാട് പറയുന്നു. അതിനുശേഷം രജിഷ വിജയൻ ആ നിലപാട് മാറ്റിക്കൊണ്ട് തന്റെ സിനിമയിൽ നിന്നൊരു കഥാപാത്രത്തെ സ്വീകരിക്കുന്നു. മസ്തിഷ്ക മരണം എന്ന സിനിമ കൃഷാന്ത് എന്ന സംവിധായകനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും റിലീസാവാൻ പോകുന്ന സിനിമയായ മസ്തിഷ്ക മരണം എന്ന സിനിമയിലെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തരംഗമായി. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇതൊരു ഐറ്റം സോങ് ആണ്, ഇതൊരു ഐറ്റം ഡാൻസ് ആണ്, ഇതൊരു ഐറ്റം പരിപാടിയാണ്. രണ്ട്, ഇതിൻ്റെ നായികയുടെ പേര് രജിഷ വിജയൻ എന്നാണ്. രജിഷ വിജയൻ ഈ പാട്ടിലേക്ക് വരുമ്പോഴേക്കും ഇതിനു മുമ്പ് അങ്ങനെ ഒരു തരത്തിലുമുള്ള മൂവ്സിലോ പാട്ടിലോ ഒന്നും രജിഷ വിജയനെ നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ രജിഷ വിജയൻ ഇതിനകത്ത് വരുമ്പോഴേക്കും അതിനകത്തൊരു പുതുമയുണ്ട്. ഇനി കാര്യത്തിലേക്ക് വരാം. രജിഷ വിജയൻ വന്നു എന്ന് അറിഞ്ഞ പാടെ ഈ പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തരംഗമായി. രജിഷ ഒരു റെഡ് അറ്റയറിലാണ് നമ്മൾ കാണുന്നത്. ഭയങ്കര രസമുണ്ട് രജിഷയെ കാണാൻ. അത് ആദ്യമേ പറയാം, ഭയങ്കര രസമുണ്ട് രജിഷ അതിനകത്ത് പ്ലേസ് ചെയ്തേക്കുന്നത് കാണാൻ. ആ പാട്ട്, കോറിയോഗ്രഫി ഭയങ്കര രസമാണ്. ടു ബി ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഭയങ്കര രസമാണ്. ആ പാട്ട് നല്ല രസമുണ്ട്. പക്ഷേ ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രജിഷയുടെ നിലപാട് ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് രജിഷ വിജയൻ പല അഭിമുഖങ്ങളിൽ, ഒന്നല്ല രണ്ടല്ല മൂന്നോളം അഭിമുഖങ്ങളിൽ രജിഷ വിജയൻ പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അന്നും ഇന്നും എൻ്റെ നിലപാട് ഇങ്ങനെയാണ്, ഞാൻ ഐറ്റം ഡാൻസിൽ അഭിനയിക്കില്ല എന്നുള്ളത്. അതിൻ്റെ കാരണങ്ങളായിട്ട് രജിഷ വിജയൻ കുറച്ച് കാര്യങ്ങൾ ആ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. അതിനകത്ത് പല പല കാര്യങ്ങൾ, ക്ലോസപ്പ് ഷോട്ട്സ്, വയറ്, കൈ, ഇതിൻ്റെയൊക്കെ ക്ലോസപ്പ് ഷോട്ട്സ് ഇതൊക്കെ എടുക്കുന്നതും ക്യാമറ മൂവ്മെൻറ്റ്സ്, ആംഗിള്, ഇതൊന്നും തന്നെ എനിക്കിഷ്ടപ്പെടില്ല, എനിക്കിതൊന്നും വർക്കാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കഥാപാത്രങ്ങൾ, ഒരു ഐറ്റം ഡാൻസ് പരിപാടി ഞാൻ ജീവിതത്തിൽ ചെയ്യില്ല, ബാക്കി ഏത് കഥാപാത്രങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതായിരുന്നു രജിഷ വിജയൻ പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനുശേഷം ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് രജിഷ വിജയൻ ഒരു സ്റ്റേജിൽ പറഞ്ഞ പരിപാടി, ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ പുതിയൊരു കാര്യം ഇതിനകത്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആളുകൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി, എന്താണ് രജിഷ ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ബൈസൺ കാലമാടൻ എന്ന ധ്രുവ് വിക്രം നായകനായ സിനിമയിൽ രജിഷ വിജയൻ ഉണ്ട്. അതിൻ്റെ പ്രൊമോഷൻ സമയത്തും ഈ മസ്തിഷ്ക മരണത്തെക്കുറിച്ച് രജിഷ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ എന്താണ് രജിഷ ചെയ്തത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു ഐറ്റം ഡാൻസ് പുറത്തു വരുന്നത്. രജിഷ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് രജിഷ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ഐറ്റം ഡാൻസുകളിൽ ഉപയോഗിക്കുന്ന ലിറിക്സ്, ആ ലിറിക്സ് ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന പരിപാടി, ഇതൊന്നും വർക്കാവില്ല എന്നുള്ളതാണ്. ഈ മസ്തിഷ്ക മരണത്തിനകത്ത് ഈ പാട്ടിൽ ലിറിക്സ് ഒബ്ജക്റ്റിഫിക്കേഷനുണ്ട്, ഇതിനകത്ത് ക്ലോസപ്പ് ഷോട്ട്സ് ഉണ്ട്, ഇതിനകത്ത് രജിഷ പറഞ്ഞ പോലുള്ള ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെയും ക്ലോസപ്പ് മേഖലകളുണ്ട്, ഇതെല്ലാമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും രജിഷ വിജയൻ അങ്ങനെ 2026 എയറിൽ കയറുന്ന മറ്റൊരു വനിതയായി. എനിക്ക് തോന്നുന്നു 2026 തുടക്കത്തിൽ പല വനിതകളുമാണ് ഇപ്പോൾ എയറിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ആദ്യം തുടങ്ങി വെച്ചതിൽ ഒരാൾ എന്ന് പറയുന്നത് മമിത ബൈജു ആണ്. മമിത ബൈജു നാളെ എന്ന പാട്ടിലൂടെ എയറിൽ കയറി. ഇപ്പോഴും ഒന്ന് താഴെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ, കുറച്ചുകൂടെ സമയം എടുക്കുമെന്ന് തോന്നുന്നു. പിന്നീട് എയറിൽ കയറിയ വ്യക്തി എന്ന് പറയുന്നത് ഗീതു മോഹൻദാസ് ആണ്. ടോക്സിക് എന്ന സിനിമയിലൂടെ, ആ സിനിമയുടെ ബർത്ത്ഡേ വീഡിയോ, യാഷിന് വേണ്ടി നൽകിയ ബർത്ത്ഡേ വീഡിയോയിലൂടെ ഒന്ന് ഏറി കയറിയതാണ്. ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല. ഗീതു പിന്നീട് അതിനൊരു മറുപടിയൊക്കെ കൊടുത്തു, പക്ഷേ അതിലൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ഏറി കയറിയത് ഒരു ഇൻസ്റ്റഗ്രാം പേജായിരുന്നു. അത് ഈ എന്താ ജോമു എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ത്രീയായിരുന്നു. അവരിപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അവരേറി കയറി, അവരിപ്പോഴും ഏറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അടുത്ത വനിത കയറുന്നു, അത് രജിഷ വിജയനാണ്. അപ്പോൾ രജിഷയാണ് ഇപ്പോൾ തൽക്കാലം എയറിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. നിലപാട്, വ്യത്യസ്തമായ നിലപാട് ഇതുള്ളതാണ് ചോദ്യം ചെയ്യുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊട്ടാകെ തന്നെ രജിഷിനെ ഇതുപോലെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ബുള്ളി ചെയ്യുന്നുണ്ട്. രജിഷയുടെ ഈ നിലപാട് ചോദ്യം ചെയ്യുന്നുണ്ട്. രജിഷ പിന്നെ അന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഈ നിലപാട് എടുക്കുന്നു, അന്ന് ഇതുപോലെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഡാൻസ് കളിക്കുന്നു, അപ്പോൾ പിന്നെ എന്തിനാണ് ഈ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. മറിച്ച് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് അത് രജിഷയുടെ ചോയ്സാണ്. രജിഷ ആ സമയത്ത് അങ്ങനെയായിരുന്നു രജിഷയുടെ തീരുമാനമെടുത്തത്. അത് പല കാരണങ്ങളുണ്ടാകാം, അത് രജിഷയ്ക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങളാണ്. ചിലപ്പോൾ രജിഷയുടെ ബോഡി ഫിസിക്കൊക്കെ കൊണ്ടായിരിക്കാം. രജിഷ ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് രജിഷയുടെ ബോഡി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഫിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഷി മൈ നീഡ് ടു ഫ്ലോണ്ട് ഇറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. ബട്ട് പേഴ്സണലി സ്പീക്കിംഗ്, ഇറ്റ്സ് ഹർ ചോയ്സ്. ഐറ്റം ഡാൻസിൽ അഭിനയിക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ ഏത് കഥാപാത്രം ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് രജിഷ വിജയനാണ്. വി ഹാവ് നോ റൂൾ ഇൻ ഇറ്റ്. അതൊക്കെ ഇറ്റ്സ് അപ് ടു ദി ആക്ടേഴ്സ് വിഷ്. അതിപ്പം സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ ചെയ്യുന്ന ജോലി അഭിനയമാണ്. അതിലവർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് അവർ ചെയ്യാതിരിക്കും. വി ആർ നോ വൺ ടു ക്വസ്റ്റ്യൻ ദാറ്റ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്. ബട്ട് സീരിയസ്ലി സ്പീക്കിംഗ്, ഈ രജിഷയുടെ ഈ വാചകങ്ങൾ
സമൂഹ മാധ്യമങ്ങൾ വളരെയധികം വൈറലായിട്ട് ഒരുപാട് ട്രോൾ പേജസിൽ വന്നിട്ടുണ്ട്, ട്രോൾ വീഡിയോ വരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം തുറന്നാൽ റജിഷ, യൂട്യൂബ് തുറന്നാൽ റജിഷ, അങ്ങനെ രീതിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ 2026 തുടങ്ങുമ്പോൾ തന്നെ 10 ദിവസം ആകുമ്പോഴേക്കും ഈ എയറിൽ കയറുന്നവർ കുറച്ചധികം കൂടിയിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നമ്മൾ ഇത്രയധികം എയറിൽ കയറുന്ന ഒരു വർഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സാധാരണയായി ആദ്യത്തെ മാസങ്ങളിൽ കുറച്ച് ഡ്രൈ ആവാറുണ്ട്, പിന്നീടായിരിക്കും മാസങ്ങളനുസരിച്ച് പതുക്കെ ആയിരിക്കും ആൾ കയറി പോകണം. പക്ഷേ തുടക്കത്തിൽ ആദ്യത്തെ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എയറിൽ കയറുന്നവരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ രജിഷ വിജയൻ അവിടെ നിൽക്കുകയാണ്. ഇനിയുള്ളൊരു വ്യക്തി കമ്പയർ ചെയ്യുന്നതും ആളുകൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത് നിഖില വിമൽ എന്ന നായികയാണ്. എന്തുകൊണ്ട് നിഖില വിമൽ പറഞ്ഞുതരാം. നിഖില ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നായികയെത്തിയ പെണ്ണ് കേസ് എന്ന സിനിമ തിയേറ്ററിൽ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, സമ്മിശ്ര അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു മിക്സ്ഡ് ഒപ്പീനിയനായിട്ട് സിനിമ ഇങ്ങനെ തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിഖില വിമൽ സർപ്രൈസ് ആയിട്ട് വരുന്നുണ്ടോ ഇതുപോലൊരു ഐറ്റം ഡാൻസിൽ? ആട് 3 എന്ന സിനിമയിൽ ജയസൂര്യ നായകനായി വിജയ് ബാബു നിർമ്മിച്ച് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആട് 3 എന്ന സിനിമയിൽ നിഖില വിമലിൻ്റെ ഐറ്റം ഡാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ റൂമർ, ഈ ബസ് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് വരുന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ രജിഷ വിജയനെ പോലെ തന്നെ ഇപ്പോൾ നിഖില വിമലിനെയും ആളുകൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നിഖില വിമൽ ഒരു ഫംഗ്ഷന്, പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനിൽ വന്നപ്പോഴേക്കും ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ നിഖിലയോട് ചോദിക്കുന്നു ഇങ്ങനെ ഒരു ഐറ്റം ഡാൻസ് ഉണ്ടോ. അപ്പോൾ നിഖില പറയുന്നത് നിനക്ക് എന്താ വേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ആ വ്യക്തി പറയുന്നു ഇല്ല, ഇതുപോലെ ആട് 3 ഐറ്റം ഡാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നിഖില പറയുന്ന മറുപടി അത് ആട് 3 പ്രസ് മീറ്റ് വെച്ച് സംസാരിക്കാം എന്നാണ് പറയുന്നത്. അപ്പം നിഖില തള്ളിക്കളയുന്നില്ല, നിഷേധിക്കുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതിനിടയിൽ നിഖില വിമൽ ഇങ്ങനൊരു ഐറ്റം ഡാൻസ് ഉണ്ട് ആട് 3 എന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വിഭാഗം ആളുകൾ. പക്ഷേ രജിഷയുടേത് ഈ വീഡിയോയും കൂടി പുറത്തു വന്നതിന് പിന്നാലെയാണ് രജിഷയുടെ ഈ നിലപാട് ഇല്ലായ്മ ചോദ്യം ചെയ്യപ്പെടുന്നത്. അന്ന് രജിഷ ഒരു നിലപാട് പറയുന്നു, ഇന്ന് രജിഷ മറ്റൊരു നിലപാട് ആണ് പറയുന്നത്. അതായത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന് എന്നുള്ള രീതിയിലേക്ക് സമൂഹ മാധ്യമങ്ങൾ ഇത് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എനിവേസ്, മസ്തിഷ്ക മരണം എന്ന സിനിമ കൃഷാന്ത് എന്ന സംവിധായകൻ്റേതാണ്. ഇപ്പോൾ ആവാസവ്യൂഹവും പുരുഷപ്രേതവും ഒക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃഷാന്ത് ഇസ് വൺ ജെം ഓഫ് എ ഡയറക്ടർ, ഗംഭീരമായ ഡയറക്ടർ. അടുത്തത് ലാലേട്ടനെ വെച്ചുള്ള സിനിമയാണെന്നൊക്കെ കേൾക്കുന്നു. മണിയമ്പിള്ള രാജുവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മണിയമ്പിള്ള രാജു തന്നെ പുറത്തു പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ ആ പ്രോജക്റ്റ് ഒഫീഷ്യലി ഒന്നും ഓണായിട്ടില്ല. നിർമ്മാതാവിൻ്റെ വാക്കുകളുണ്ട് എന്നുള്ളതല്ലാതെ ഒരു ഒഫീഷ്യലായിട്ട് എന്താണ് ആ പ്രോജക്റ്റ് എന്നതിനെ പറ്റിയുള്ള ധാരണ ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ ഉറ്റുനോക്കുന്നുണ്ട്. അതിനിടയിലാണ് രജീഷയുടെ ഈ കഥാപാത്രം, ഈ പാട്ടിൻ്റെ വരികൾ, രജീഷ ഉപയോഗിച്ചിരുന്ന നിലപാട്, ഇതെല്ലാം കൂടി സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.